അമ്മൂമ്മ എന്തൊട്ടാണ് പരിപാടി കാലത്ത് തന്നെ? കൊള്ളികൾ നന്നാക്കല്. പിന്നെ കൊള്ളിയും ഇടിയപ്പോ അങ്ങനെയായിരിക്കും. അവര് എന്താ ചെയ്യുന്നെന്ന് വെച്ചാൽ അത് നമുക്ക് കഴിക്കാണ്ട് പറ്റുമോ? അമ്മൂമ്മ കൊറേ ദിവസമായല്ല പറയണത് കൊള്ളിക്കിഴങ്ങ് വേണം കൊള്ളിക്കിഴങ്ങ് വേണം. അതാണ് അത് കൊള്ളിക്കിഴങ്ങ് എന്ന് പറയുന്നത്. കൊള്ളിക്കിഴങ്ങ് അത്ര പ്രിയമാണോ അമ്മൂമ്മക്ക്? ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. കൊള്ളിക്കിഴങ്ങ് ഇടിയപ്പാണോ ഇഷ്ടം? കൊഴപ്പില്ല. പുട്ടും കടലോ? പുട്ടും കടലയും അതും ഇഷ്ടമാണ്. അപ്പം മുട്ടക്കറിയോ? എന്റെ അമ്മ പറയാറുണ്ട. ഭയങ്കര ഇഷ്ടോടാ. അത് ശരി. അതെ മോനെ. പലുവേ മീൻചാറോ? ഇവൻ മീൻചാറൊന്നും വലിയ പ്രിയമില്ല. ലഡുവും ചമ്മന്തി ഇഷ്ടമാണോ? അതൊക്കെ കുഴപ്പമില്ല. വലിയ പണക്കാരല്ലല്ലോ, പാവപ്പെട്ടവരല്ലേ. നമ്മള് വലിയ പണത്തില് എന്റെ മേജ കഴിയുന്നവരല്ലല്ല. അപ്പൊ അതൊക്കെ അങ്ങോട്ട് എത്തും. മഞ്ഞക്കറിയാണോ? ഇതൊരു തരി മഞ്ഞപ്പൊടി ഇട്ട് അങ്ങോട്ട് ചാറായിട്ടല്ലേ അപ്പം മുക്കി തിന്നാനല്ലേ. ഇടിയപ്പം ഇടിയപ്പത്തിൽ ഒഴിച്ച് തിന്നല്ല. അതന്നെയാണ്. അങ്ങനെ തന്നെയാണ്. ഇതിന് ചാറുണ്ടാവണം. കൊള്ളി വെറുതെ അങ്ങോട്ട് ഒഴിച്ചിട്ടാല് അങ്ങനെ തിന്നും. ചാറല്ല, കട്ട ഗ്രേവി അല്ലേ? അങ്ങനെ തന്നെ. അത് ശരി. അങ്ങനെയാണ്. അങ്ങനെ വെക്കണം. അതൊക്കെ അവർക്കറിയാം. പെണ്ണുങ്ങൾക്ക് അറിയാത്ത പണിയൊന്നുമില്ല. ഞാൻ പഠിപ്പിച്ചതൊന്നല്ല. അതൊക്കെ അവര് വീട്ടിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ളതായിരിക്കും. അതൊക്കെ പഠിക്കും. പെൺകുട്ടികൾ പഠിക്കും. കണ്ട് അവര് പഠിക്കും. അങ്ങനെയാണ്. നമ്മ ആരൊന്നും പറഞ്ഞു കൊടുക്കണ്ട. അത് കണ്ടു പഠിക്കവര്. ഞാൻ എന്തൊക്കെ കാട്ടുന്ന അവര് നോക്കി നിൽക്കുകയും എന്നിട്ട് അതേപോലെ തന്നെ അവര് ചെയ്തോളൂ. നമ്മ ഒരാളെ കുറ്റം പറയില്ല. എനിക്കുണ്ട് പെൺകുട്ടികള്. പിന്നെ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെയാണ് എന്റെ ജീവിതം. കുറ്റമൊന്നും ഞാൻ ആരും പറയില്ല. മോളെ എന്ത് പോലെ ചെയ്യും മോളെ എന്ന് പറയും. അപ്പൊ അത് കുറ്റങ്ങള് ചെയ്തോളൂ. നമ്മുടെ മക്കളെ പോലെ തന്നെ. അല്ലാണ്ട് വേറെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരോടൊന്നും. ഇതള്ള പരിപാടി കാലത്ത് തന്നെ ഒരാളവിടെ റാത്തിരുന്ന് കൊള്ളി നന്നാക്കുന്നുണ്ട്. അപ്പൊ പറയണ്ടായിരുന്നു ഇടിയപ്പവും കൊള്ളിയും പടക്കല്ലെന്ന്. അത് ശരി. കുലുമാലിടിയപ്പാണോ അത്? അമ്മൂമ്മ കൊള്ളി പെട്ടെന്ന് നുറുക്കാൻ പറ്റണല്ല. കട്ടൻ കൊള്ളിയാണോ? കത്തി വളഞ്ഞോ വീണ്? കത്തി വളഞ്ഞു. ഞാനങ്ങനെ ഒരുക്കി തന്ന പോലെ അതൊക്കെ എനിക്കറിയാം. ഞാൻ ചെയ്യാം. അമ്മൂമ്മ കാബേജ് കുഞ്ഞു കുഞ്ഞാക്കി നല്ലതിലരിഞ്ഞേരമ്മ. ഞാൻ കുപ്പിന്ന് വന്ന ഭൂതാണോ മോനെ? അങ്ങനെയാണ് നിങ്ങളുടെ വർത്തമാനം കേൾക്കുമ്പോഴേ. അത് ശരി. കൊള്ളി മാറിയപ്പോ കാബേജായി അരിയുന്നത്? അതെ. കൊള്ളി ആ കൊച്ചെടുത്ത് എടുക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ അറിയാം. അല്ലാന്നറിയാം മോനെ. പാടുള്ള അതൊക്കെ എടുക്കണ്ടേ നമുക്ക്. അല്ലാണ്ട് വെറുതെ ഇരുന്ന് തിന്നണത്. അത് ശരി. കൊള്ളി നന്നാക്കണ ആള് മാറിയ. പിന്നെ അമ്മ കാബേജ് നന്നായി അരിയേ. കൊള്ളി വേഗം അരിഞ്ഞ് കുക്കറിലിടാല. മഞ്ഞക്കറി. അമ്മൂമ്മ അത് കഴിഞ്ഞിട്ടേ ഇത് ചെയ്യണോട്ടെ. എന്നിട്ടെന്നറിയോ ആങ്ങള് 4 അരിപ്പാല് മതി. തേങ്ങ ശരി. എന്നാ ഞാൻ പോട്ടെ. കുക്കറിലിറട്ടെ.